ഫ്രണ്ട്സ്, അടിച്ചാൽ കിറുങ്ങി പോകുന്ന ബിയർ ഉണ്ടാക്കണോ? പെർഫെക്റ്റ് ബിയർ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ബിയർ ഉണ്ടാക്കുന്നത്. നമ്മുടെ വീട്ടിലെ ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട് എങ്ങനെയാണ് വെറും 3 ദിവസം കൊണ്ട് എങ്ങനെയാണ് ഒരു പെർഫെക്റ്റ് ബിയർ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണണം ഈ ബിയറിൻ്റെ ഒരു ക്വാളിറ്റി. ഇതിൻ്റെ ആ കിക്കും അതേ രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഡയലോഗ് അടി കുറയ്ക്കാം, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാൻ 2 പച്ചമുളക്, അതുപോലെ 2 വലിയ ഇഞ്ചി, പിന്നെ ഒരു ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് വഴിയേ പറയാം. പച്ചമുളക് ഞാൻ ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇഞ്ചിയാണ് എടുക്കേണ്ടത്. ഇഞ്ചി ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. തൊലി കളയണമെങ്കിൽ തൊലി കളയാം, ഇല്ലെങ്കിൽ നമുക്ക് കഴുകിയെടുത്താലും മതി. ഇഞ്ചിയും ഇതുപോലെ നമുക്ക് ചെറുതായി ഇങ്ങനെ അരിഞ്ഞെടുക്കണം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ഇതുപോലൊരു ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇനി ഞാനിവിടെ നമ്മുടെ ചെറുനാരങ്ങക്കൂട്ടനെ എടുത്തിട്ടുണ്ട്. ഞാൻ 2 ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ 1 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഞാൻ ബിയർ തയ്യാറാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് 2 ചെറുനാരങ്ങ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് അതിൻ്റെ കുരു കളഞ്ഞ് പിഴിഞ്ഞ് നമ്മൾ ഈ വെള്ളത്തിലേക്ക് നമ്മൾ ചേർക്കണം. പിഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെറുനാരങ്ങയുടെ തൊണ്ട് നമ്മൾ കളയരുത്, അത് നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മുടെ 2 ചെറുനാരങ്ങ പിഴിഞ്ഞയുടെ നീര് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചെറുനാരങ്ങയുടെ നീര് നമുക്ക് ഈ ജാറിലേക്ക് നമുക്ക് നേരെ ചേർത്ത് കൊടുക്കാം. ഇനി നേരത്തെ നമ്മൾ മാറ്റി വെച്ച തൊണ്ടുണ്ടല്ലോ ചെറുനാരങ്ങയുടെ, അത് നമ്മൾ ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ വെള്ളത്തിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് കുറച്ച് ഈസ്റ്റ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഞാൻ 2 സ്പൂണ് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് കുറച്ച് ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈസ്റ്റ് ആക്ടിവേഷൻ ആവും. അപ്പോൾ ഈസ്റ്റ് ഇവിടെ ഇരിക്കട്ടെ, നമുക്ക് അടുത്ത പണിയിലേക്ക് പോകാം. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഇഞ്ചി ഉണ്ട്, ആ ഇഞ്ചി നമ്മൾ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ കുറച്ച് വെള്ളത്തിൽ അതായത് 2 ഗ്ലാസ് വെള്ളത്തിൽ നമ്മളിത് നന്നായി തിളപ്പിച്ചെടുക്കണം. നന്നായി തിളപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചിയിലെ ആ ഒരു കംപ്ലീറ്റ് എസൻസ് എല്ലാം ഈ വെള്ളത്തിലേക്ക് ചേരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5-10 മിനിറ്റ് നമുക്ക് തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെള്ളം നല്ല പോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആറാൻ വേണ്ടി വയ്ക്കാം. നമുക്ക് കുപ്പിയിൽ ഒഴിച്ച് വയ്ക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ആറിയതിന് ശേഷം മാത്രം നമ്മൾ കുപ്പിയിലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. സാധാരണ റൂം ടെമ്പറേച്ചറിൽ നമ്മളിത് തണുക്കാനായിട്ട് വയ്ക്കുക. ഇനി നമ്മൾ ആക്ടിവേഷൻ ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഈസ്റ്റ് എടുത്തിട്ട് നമ്മൾ ഈ ജാറിനകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം.
ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോണത് ഷുഗറാണ്. സാധാരണ നമ്മുടെ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 200 ഗ്രാമോളം പഞ്ചസാര ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ആ പഞ്ചസാരയും ഈസ്റ്റൊക്കെ നന്നായിട്ട് അതിനകത്ത് കൂടിച്ചേരട്ടെ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ഒരു ഗ്ലാസ് ബോട്ടിലാണ്. ഇപ്പോൾ ഏത് ബോട്ടിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ് ബോട്ടിൽ റെഡിയാക്കി വയ്ക്കുക. ഇനി നമ്മൾ നേരത്തെ ആറാൻ വേണ്ടി വെച്ചിട്ടുള്ള ആ ഇഞ്ചി വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം നമുക്കിതുപോലെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ ചെറുനാരങ്ങയുടെ തൊണ്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് നീക്കം ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ വെള്ളം നമുക്ക് ഈ ബോട്ടിലിനകത്തോട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഈ ചെറുനാരങ്ങയുടെ തൊണ്ടെല്ലാം നമുക്ക് ആ ബോട്ടിലിനകത്ത് നമുക്ക് നിറച്ച് കൊടുക്കാം. ഓക്കെ, ഞാൻ ഈ ചെറുനാരങ്ങയുടെ തൊണ്ട് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഇഞ്ചിയും ചതച്ച വെള്ളത്തിൽ ഉണ്ടായിരുന്ന ആ ഇഞ്ചിയും അതുപോലെ ആ ചെറുനാരങ്ങയുടെ തൊണ്ട് അതെല്ലാം നമുക്ക് ഈ കുപ്പിക്കകത്ത് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വയ്ക്കണം. അടച്ച് വെച്ചിട്ടൊരു 3 ദിവസത്തോളം നമുക്ക് വെക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിത് ബോട്ടിലിൻ്റെ കാർക്ക് ഉപയോഗിച്ചിട്ടോ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മൂടി ഉപയോഗിച്ചിട്ട് നമ്മൾ അടച്ച് വയ്ക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം നമ്മളിത് വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഫെർമെൻറ്റേഷൻ കാരണം, അതായത് ഈസ്റ്റും ഷുഗറും കൂടി ഫെർമെൻറ്റേഷൻ സംഭവിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വിഘടിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഗ്ലാസ് ബോട്ടിലാണ് നമ്മൾ ടൈറ്റ് ചെയ്ത് അടച്ചു വയ്ക്കുന്നതെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ പൊട്ടി അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറോ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബലൂണോ ഉപയോഗിച്ചിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഫ്രണ്ട്സ് 3 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവം ഇരിക്കുന്നതെന്നുള്ളത്. അതുകൊണ്ട് നമ്മുടെ കുപ്പി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞാൻ വെറുതെ പറയല്ല, നമ്മുടെ ബിയർ സൂപ്പറാണ്, അടിപൊളിയാണ്. നമുക്ക് ഇതിനകത്ത് ഒരെണ്ണമൊക്കെ അടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കിക്കൊക്കെ കിട്ടും. നമ്മളിപ്പോൾ ഒരു 3 ദിവസം നമ്മളിത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ 3 ദിവസത്തിൽ കൂടുതൽ ദിവസം വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു റിസൾട്ട് നമുക്കിതിനകത്ത് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ ഇതിന് പതയും അതുപോലെ അതിൻ്റെ നമ്മളുടെ വയറിലുള്ള അസിഡിറ്റി എല്ലാം മാറണമെങ്കിൽ നമുക്ക് ഇനോ എന്ന് പറഞ്ഞിട്ടുള്ള അസിഡിറ്റിക്ക് ഉപയോഗിക്കുന്ന ഒരു പൗഡർ ഉണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഉപയോഗിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി ആരും ബിയർ റെഡി ആയില്ലെന്ന് പറയരുത്. ഇതാണ് നമ്മുടെ പെർഫെക്റ്റ് ബിയർ. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.